ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം വന്നിരിക്കുന്നത് 12 പാനൽ കട്ട് കുർത്തിയുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഒരു യോക്ക് ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനായി ഞാനിവിടെ 3 മീറ്റർ ഷിഫോണിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഒരു ഫോൾഡ് എപ്പോഴും സാധാ മടക്കുന്ന പോലെ മടക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ്. 2 ഓപ്പൺ ആയിട്ടുള്ള തുണിയും ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഒരു വശവുമാണ് നമ്മുടെ എതിർവശത്ത് വരുന്നത്. ഇവിടെ ഫുള്ളായിട്ടും ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, അതായത് ഫോൾഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 4 ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ വീതി എത്രയാണെന്ന് നമ്മളൊന്ന് കാണുക. ഇതുപോലെ ടേപ്പ് വെച്ച് ആ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് നമ്മൾ ടേപ്പിൽ നോക്കുക. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് 25.5 അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്ലോത്തിൻ്റെ അളവനുസരിച്ചിരിക്കും ആ ഒരു വീതി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളിവിടെ 12 പാനിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ 3 സെക്ഷനായിട്ട് 3 ഭാഗമാക്കി മാറ്റാനുണ്ട്. അതായത് ഈ 25.5 കിട്ടിയല്ലോ, അതിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 കിട്ടും. അങ്ങനെ 3 8.5 കിട്ടും. ആദ്യം ഒരു 8.5 മാർക്ക് ചെയ്യുക, പിന്നെ ഒന്നുകൂടെ നമ്മളൊരു 8.5 മാർക്ക് ചെയ്യുക. അങ്ങനെ 3 ഭാഗങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ കിട്ടുന്ന തുണിക്ക് ചിലപ്പോൾ 30 ആയിരിക്കും നിങ്ങളുടെ വിഡ്ത്ത്. ആ 30നെ നമ്മൾ 3 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഈ 8.5 നമ്മുടെ ആ ഒരു താഴ്ഭാഗത്തും അങ്ങ് അടയാളപ്പെടുത്തണം കേട്ടോ. ഈ 3 തന്നെ ഈ താഴ്ഭാഗത്തും 8.5 അങ്ങ് അടയാളപ്പെടുത്തുക. ഇതിൽ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ് നോക്കേണ്ടത്. അതായത് നമ്മുടെ ചെസ്റ്റ് വളരെ ടൈറ്റായിട്ടും പിടിക്കരുത്, എന്നാൽ ഒരു വലിയ ലൂസിലും കൊടുക്കാതെ എങ്ങനെയാണോ കിട്ടുക അത് നോക്കുക. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ 32 ചെസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും എല്ലാം കൂടെ ആയിട്ടൊന്ന് കൂട്ടി 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് 30 ആണെങ്കിൽ അതിൻ്റെ കൂടെ 3 കൂട്ടുക. അല്ല 40 ആണെന്നുള്ളവർ 3 കൂട്ടുക. അങ്ങനെ 43. അപ്പോൾ എനിക്കിവിടെ 35 കിട്ടുന്നത്. ഇനി ആ കിട്ടിയ ചെസ്റ്റ് അളവിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് ആ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എനിക്കിവിടെ 2.91 ആണ്, 2.91 കിട്ടുന്നത്. അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 3 കണക്കാക്കാം. എന്നിട്ട് ആ 3ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ നമ്മുടെ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു വണ്ണം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഞാനിവിടെ 15 എടുത്തിരിക്കുന്നത്. ആ 15 എന്ന ഭാഗത്തും ഈ 4 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് താഴ്ഭാഗത്ത് ആ 8.5 ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ചെസ്റ്റ് അളവ് എടുക്കുക, അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. എന്നിട്ട് ആ കിട്ടുന്ന ആ ഒരു സംഖ്യയെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം നമ്മൾ 12 ഫോൾഡ് ആണല്ലോ, 12 പാനലാണല്ലോ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ലെങ്ത് കണക്കാക്കുക. അവിടെയും ആ 4 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അങ്ങ് താഴേക്ക് ആ 8.5 കൊണ്ടുപോകുക. അത്രേ ഉള്ളൂ. ഇനി ഇതൊരു ഫോൾഡായിട്ടിരിക്കുന്ന ഭാഗമാണ്. അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ആക്കി എടുത്ത ഭാഗത്തെ നമ്മൾ ബാക്കിയുള്ള തുണിയുടെ ഭാഗത്തേക്ക് തിരിച്ചിടുക. അതായത് വീതി കൂടിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒപ്പം വെക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കുറച്ച് തുണി ഭാഗം ഇതുപോലെ ബാലൻസ് കിടക്കും. അതങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ആ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ അളവിൽ ബാക്കി തുണികൾ കൂടെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് നോക്കിക്കോണേ. അപ്പോൾ ഞാൻ ആ ബാലൻസ് വന്ന ആ ഒരു തുണി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത തുണി വെച്ചിട്ട് ബാലൻസ് ഉള്ള ഭാഗങ്ങളും കൂടെ, ഇനി നമുക്ക് 3 ഭാഗങ്ങളും കൂടെ കട്ട് ചെയ്തെടുക്കണമല്ലോ, അതുപോലെ തന്നെ ട്രേസ് ചെയ്ത് എടുത്തിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രണ്ടിലത്തെ പാർട്ട് മാത്രമാണ് 6 പീസ് ഇതുപോലെ നമ്മൾ ഒപ്പത്തിന് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും വരും. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇതുപോലെ ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴെ വരെ. അതുപോലെ തന്നെ ആ ഒരു കർവ് ഭാഗമൊക്കെ വരുന്നിടത്തൊക്കെ നന്നായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് അങ്ങ് പോകാം. ഇതുപോലെ തന്നെ ആ 12 പീസും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ ആ പീസുകൾ തമ്മിലുണ്ടല്ലോ ഒന്ന് നല്ല വശത്തൊന്ന് പതിച്ചടിക്കുവാണേ. തയ്യൽ തുമ്പെല്ലാം ഒരു വശത്തേക്ക് മാത്രം ഫോൾഡാക്കി വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുവാണ്. ഇതുപോലെ 12 പീസും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ പീസാണ് ഈ കിടക്കുന്നത്. പതിച്ചടിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്ക് എന്നാലും പതിച്ചടിക്കുമ്പോഴാണ് എനിക്കൊരു പെർഫെക്ഷൻ തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെ എടുത്തിട്ടിട്ട് നമുക്കിനി നമ്മുടെ പതിവ് പോലത്തെ നമ്മുടെ ഷോൾഡറും ആം റൗണ്ടും ചെസ്റ്റും ഒക്കെ അങ്ങ് അടയാളപ്പെടുത്താം. 6.5 ഇഞ്ചിലാണ് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തിയത്. താഴേക്ക് 7 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് വരച്ചു കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ പകുതി കാണുക. എന്നിട്ടൊരു 1.5 ഇഞ്ച് ആ കോർണറിൽ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് അളവ് നോക്കുക, 8.5 അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ആ 1.5 ഇഞ്ച് ഭാഗത്തേക്ക് കർവ് ചെയ്ത് വരച്ചു പോവുക. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്താം. 14 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ ലെങ്ത്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ലെങ്ത് 19 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഷേപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സ്ലിറ്റിൻ്റെ വണ്ണം 11 ഇഞ്ചിലും അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് താഴേക്ക് എത്രത്തോളം വിഡ്ത്ത് കിട്ടുമോ അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഫ്രണ്ട് പാർട്ടിൽ ഒരു ചെറിയൊരു യോക്ക് പാർട്ടീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അതുപോലെ ഒരു വർക്കുള്ള ഒരു നെറ്റ് ഫാബ്രിക്കാണ് എടുത്തത്. അതിൻ്റെ 3 വശവും മടക്കി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കത് സ്ലീവിൻ്റെ കട്ടിംഗ് ആണ് എടുക്കുന്നത്. 4 തുണി ഇതുപോലെ മടക്കി കറക്റ്റിന് ഇടുന്നുണ്ട്. 4 കിടക്കുവാണ് ആ ഒരു തുണി. ഇനി അതിൽ നമ്മുടെ ലെങ്ത് എത്രയാണെന്നൊന്ന് നോക്കാം. ഞാനിവിടെ 15 ഇഞ്ചിലാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. തുണിയുടെ വണ്ണം 10 ഇഞ്ചിലാണ് ആ വണ്ണവും മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ലോപ്പായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ആ വരച്ച സ്ലോപ്പിൻ്റെ ഹാഫ് കാണുക. ഹാഫ് കാണാൻ ഇതുപോലെ നമ്മുടെ ടേപ്പ് മടക്കിയാൽ മതി. എന്നിട്ട് ആ ഹാഫ് കണ്ട ഭാഗത്ത് നിന്നും കുഴിച്ച് ആ 3.5 ഇഞ്ചിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് താഴെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 3.5 ഇഞ്ച് ഭാഗത്ത് നിന്നും ആ വണ്ണം ഭാഗത്തിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി ആ ഒരു സ്ലീവിൻ്റെ നോച്ച് ഇട്ട് കൊടുക്കുകയാണ് സെൻറ്റർ കാണാൻ വേണ്ടി. ഇനി നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. 3 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത്, 4 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. അതൊരു ബോക്സ് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് എന്തുവാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ സ്ഥിരം ഇത് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് അത്ര സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ഇനി ലൈനിങ് ഞാൻ 4 ഇവിടെ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു തുണിയുടെ നല്ല ക്ലോത്ത് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് അതിലേക്ക് വെച്ചിട്ട് അത് ട്രേസ് ചെയ്ത് ആ അളവിൽ ലൈനിങ് അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഈ യോക്ക് പാർട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ലൈനിങ് തുണിയും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല തുണിയും ഈ യോക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെയും സെൻറ്റർ കാണുക. എന്നിട്ട് ഇതുപോലെ നല്ല വശത്തേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു 3 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് വേണം ആ ഒരു അരി കടിച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യാവുള്ളൂ കേട്ടോ.
ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിലേക്ക് ഞാൻ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു നല്ല വശത്തേക്ക് തന്നെ ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്റർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ലൈനിങ് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ആ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നത്. നല്ല വശത്ത് തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് അകത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ലൈനിങ് തുണിയിൽ ക്യാൻവാസ് വെക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ മതി. നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നിച്ചത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ലൈനിങ് പാർട്ടും നല്ല വശവും നമ്മുടെ ആ യോക്കിൻ്റെ ക്ലോത്തും അങ്ങനെ ഒരു 3 തുണിയാണ് നമ്മളിവിടെ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നിട്ട് ഇത് ആ ഒരു കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അകത്തേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്. ഇത് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ നന്നായിട്ട് കറക്റ്റായിട്ട് മടങ്ങി പുറത്തോട്ട് ഇങ്ങനെ തെള്ളി വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ ലൈനിങ്ങുമായിട്ട് ആ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ക്ലോത്ത് പുറമേലോട്ട് ചാടി വരത്തില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ലൈനിങ് തുണിയുമായിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ആ ഒരു നെക്ക് പാർട്ട് പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് കറക്റ്റായിട്ടിരിക്കും. പക്ഷേ എനിക്ക് പതിച്ചടിക്കുമ്പോഴാണ് ഒരു തൃപ്തി തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പതിച്ചടിക്കുന്നുണ്ടേ. ഞാൻ ഈ പാർട്ടൊക്കെ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ ആ ഒരു മെയിൻ പാർട്ടെന്ന് പറയുന്നത് ആ ഒരു പാനൽ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായം എന്ത് തന്നെയായാലും അതൊന്ന് കമൻറ്റിൽ പറയണേ. വീഡിയോസ് കാണുന്നു എന്നല്ലാണ്ട് എനിക്ക് തിരിച്ചിങ്ങോട്ടൊരു റെസ്പോൺസും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അതെനിക്ക് നല്ല രീതിയിൽ വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റെസ്പോൺസ് എന്ത് തന്നെയായാലും അത് ഒന്ന് പറഞ്ഞേക്കണേ. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്യുവാണ്. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ലൈനിങ് തുണിയുമായിട്ട് നമ്മൾ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ നെക്ക് അങ്ങ് ട്രേസ് ചെയ്ത് എടുക്കുവാണേ. അങ്ങനെ എടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി തിരിഞ്ഞു വരുന്നതിന് വേണ്ടി ഓരോ കുഞ്ഞു കട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല വശത്തേക്ക് എടുത്തിട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിലെ ലൈനിങ് ക്ലോത്തും കൂടി ഇങ്ങോട്ടേക്ക് മടക്കിയിട്ടിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡറിൽ ഉള്ള ഏറ്റക്കുറച്ചിൽ വരാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ആ ലൈനിങ് ക്ലോത്തിനെ വിട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മുടെ ആ ഒരു നെക്കൊക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ആ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ നോച്ച് കൊടുത്ത ഭാഗത്ത് നിന്ന് അത് സെൻറ്റർ വെച്ചിട്ട് അവിടെ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ആദ്യം ഒരു സ്റ്റിച്ച് താഴേക്കും അവിടെ നിന്ന് ആ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൻ്റെ താഴേക്കും അടിച്ചു കൊടുക്കാവേ. അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ സ്ലീവൊക്കെ ഇതുപോലെ കൈക്ക് ലൈനിങ് ഇടത്തില്ലല്ലോ, അപ്പോൾ ഇതുപോലുള്ള തയ്യൽ തുമ്പ് വെളി കാണിക്കുന്നത്
ഒരഭംഗിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി തയ്യൽ തുമ്പൊക്കെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ കൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരിക്കലും ആ ഒരു തയ്യൽ തുമ്പ് വെളിയിൽ വരുത്തതുമില്ല. അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു വൃത്തികേട് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ ആ ഒരു തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് ഉള്ളോട്ട് തന്നെ വെച്ചത് ഇതുപോലെ അടിച്ചു പോകണവേ, ഒരിക്കലും മാറിപ്പോവരുത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നല്ല ഭംഗിയിൽ അത് കിട്ടും, ഒരിക്കലും അത് വെളിയിൽ വരുത്തുമില്ലേ. ഇനി നമുക്കിതാ സ്ലീവിൻ്റെ അറ്റഭാഗം മടക്കി അടിക്കാം. ആദ്യം ഒരു 1/2 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് ഫുള്ളായിട്ട് മടക്കി ഇതുപോലെ അടിച്ചെടുക്കാവേ. ഇതുപോലെ തന്നെ മറ്റേ കൈവയും നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബോഡി പാർട്ട് തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ വശം നല്ലപോലെ ഒരുപോലെ മടക്കിയിട്ട് ആ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഒരുപോലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് അടിച്ച് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ്ങിനെ ആ ഒരു ലൈനിങ് കൂടെ ചേർത്ത് നമ്മുടെ ആ ഒരു ഷേപ്പ് ലെങ്ത് വരെ കൊണ്ടുപോകുന്നുള്ളേ. ബാക്കി പിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അരികു വശം മടക്കി അടിക്കുവാണ്. ആദ്യം 1/2 ഇഞ്ച് ഫുള്ളായിട്ട് മടക്കി അടിക്കുക, പിന്നെ 1/2 ഇഞ്ച് ഫുള്ളായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്. ഇതിൻ്റെ ഫൈനൽ പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.